സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. ആനക്കാംപൊയിൽ സെന്റ് മേരീസ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിക്ക് തറക്കല്ലിട്ടു. ഇടതുപക്ഷ സർക്കാർ നൽകുന്ന വാഗ്ദാനം പാലിക്കപ്പെടുന്നതിന് ഉദാഹരണമാണ് വയനാട് തുരങ്കപാതയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വാണിജ്യ വ്യവസായ മേഖലയിൽ മുന്നേറ്റം പദ്ധതിയിലൂടെ സാധ്യമാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 2016 ശേഷം നൽകുന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കപ്പെടും എന്ന ശുഭപ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സുദിനം, ആ വാഗ്ദാനം നടപ്പാക്കപ്പെടുന്നതിന് തുടക്കം കുറിക്കുന്ന സുദിനമാണ് ഇന്ന്. ഇവിടെ ആദ്യമായും എല്ലാവരുടെയും അനുമതിയോടെ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി ഇരട്ട തുരങ്കപാത ഔപചാരികമായ നിർമ്മാണ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി പ്രഖ്യാപിക്കട്ടെ. ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ ഇവിടെ പ്രസ്താവിച്ചതുപോലെ താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകും. ഒരു പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം എന്നതിലുപരി കേരളത്തിൻ്റെ, വിശേഷിച്ച് മലബാറിൻ്റെ വ്യാപാര വാണിജ്യ ഈ പദ്ധതി പുതിയ കുതിപ്പ് നൽകും. വിവരങ്ങളുമായി ലതീഷ് ഉണ്ട്. ലതീഷ്, വയനാടിന്റെയും കോഴിക്കോടിന്റെയും മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിനുള്ള വഴിയാണ് വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ LDF സർക്കാർ തുറന്നിടുന്നത്. ടൂറിസം, കാർഷിക, വ്യാപാര മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കും. ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങ് സംബന്ധിച്ച വിവരങ്ങൾ എങ്ങനെയാണ്? മുഖ്യമന്ത്രി മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? വിജി, മലയോര ജനതയുടെ ഉത്സവ അന്തരീക്ഷത്തിലാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ, മന്ത്രിമാരായ AK ശശീന്ദ്രൻ, OR കുളു തുടങ്ങിയവരും പങ്കെടുത്തു. എന്തായാലും നടക്കില്ല എന്ന് കണ്ട പല പദ്ധതികളും യാഥാർത്ഥ്യമാക്കിയ സർക്കാരാണ് LDF സർക്കാർ എന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് പറയുകയുണ്ടായി. വലിയ വികസന കുതിപ്പിലേക്കാണ് ഈ തുരങ്കപാത വെളിച്ചം വീശുന്നത് എന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. നടക്കില്ല എന്ന് പറഞ്ഞ പല പദ്ധതികളും ഈ സർക്കാർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. സുസ്ഥിര വികസനത്തിൻ്റെ കേരള മാതൃകയായി ഈ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത മാറുമെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. വലിയ ആവേശത്തോടു കൂടിയാണ് ഈ തുരങ്കപാത നിർമ്മാണ ഉദ്ഘാടനത്തെ മലയോര ജനത വരവേറ്റത്. കോഴിക്കോടെയും വയനാട്ടിലെയും ജനപ്രതിനിധികളും നാട്ടുകാരുമടക്കം നിരവധി ആളുകൾ ഈ ആനക്കാംപൊയിൽ സെന്റ് മേരീസ് UP സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. പല നിലയിലും കേന്ദ്രം സംസ്ഥാനത്തെ അവഗണിക്കുകയാണ്. ഫണ്ട് തരാതെയും മറ്റും അവഗണിക്കുന്ന നിലയാണ് കേന്ദ്ര സർക്കാർ തുടരുന്നത്. ആ ഘട്ടത്തിൽ പോലും 50 വർഷം കൊണ്ട് നടപ്പാക്കാൻ കഴിയില്ല എന്ന് കരുതിയ പല പദ്ധതികളും നടപ്പാക്കാൻ, കിഫ്ബി വഴി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിനായി എന്നുകൂടി മുഖ്യമന്ത്രി എടുത്തു പറയുന്നുണ്ട്. മുഖ്യമന്ത്രി അഭിനന്ദിച്ചുകൊണ്ടാണ് താമരശ്ശേരി രൂപതാ ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയൽ ആശംസാ പ്രസംഗം നടത്തിയത്. മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യം, പിണറായി വിജയൻ്റെ നിശ്ചയദാർഢ്യമാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിലേക്ക് എത്തിച്ചത്. ഓണസമ്മാനമായി ലഭിച്ച ഒരു പദ്ധതി കൂടിയാണ് ഇതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ജനപ്രതിനിധികൾ തുടങ്ങി സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി ഈ പദ്ധതിയെ പിന്തുണയ്ക്കുന്ന കാഴ്ച കൂടിയാണ് ആനക്കാംപൊയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വിജി, ശരി, ലതീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.